വെനസ്വേലയുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചതായി പരിഗണിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ്. കരീബിയൻ കടലിൽ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ട്രംപിന്റെ നിലപാടിനെ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ വിമർശിച്ചു. മറ്റൊരു രാജ്യത്തിന്റെ വ്യോമമേഖല അടയ്ക്കാനുള്ള അധികാരം അമേരിക്കയ്ക്ക് ഇല്ലെന്നും കൊളോണിയൽ ആധിപത്യ സ്വഭാവമാണ് ട്രംപിന്റെ നീക്കമെന്നും അദ്ദേഹം വിമർശിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് ഈ വെനസ്വേലയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ സംഭവിക്കുന്നത്? രാഖി, വെനിസ്വേലയിൽ നിന്നും വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നു എന്നൊരു ആരോപണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് 10-15 ദിവസങ്ങളുടെ ഒരു ഇടവേളയിൽ നിരവധി തവണ ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തിയ കരീബിയൻ കടലിലൂടെ കടത്തിയ നിരവധി കപ്പലുകളും ചെറുബോട്ടുകളുമെല്ലാം തന്നെ അമേരിക്ക തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ തുടർച്ചയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി സൈനിക നീക്കങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ വിമാനവാഹിനി കപ്പൽ അമേരിക്കയ്ക്കാണുള്ളത്. ഈ അമേരിക്കയോടുള്ള കപ്പൽ മെഡിറ്ററേനിയനിൽ നിന്നും കരീബിയൻ കടലിലേക്ക് മാറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ അതിശക്തമായൊരു സേനാവിന്യാസം മേഖലയിൽ നടത്തിയതിന് ശേഷമാണ് തുടർ നടപടികളിലേക്ക് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഈ വെനിസ്വേലയുടെ വ്യോമമേഖല അടച്ചതായി കണക്കാക്കാമെന്ന് പൈലറ്റുമാർക്കും അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്തുകാർക്കുമെല്ലാം തന്നെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ട്രംപ് തൻ്റെ സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് നിക്കോളസ് മഡൂറോ നിലപാടുമായി രംഗത്തെത്തിയത്. മറ്റൊരു രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി അടയ്ക്കുകയും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയും അതുപോലെ തന്നെ കണക്ടിവിറ്റിയെയും ബാധിക്കുന്ന തീരുമാനമെടുക്കാനും ഉള്ള അധികാരം ട്രംപിനില്ല. അത്തരം നീക്കങ്ങളെല്ലാം തന്നെ ഒരു കൊളോണിയൽ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ അവശേഷിപ്പ് മാത്രമാണ് എന്നൊരു നിലപാടാണ് വെനിസ്വേലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, വെനിസ്വേലയുടെ ആകാശപരിധിയിൽ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വരെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ ഒരു ചാരവിമാനം മാത്രമാണ് ഉള്ളത് എന്നതുമാണ്. അത്തരത്തിലുള്ള വലിയൊരു നീക്കം ആ മേഖലയിൽ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വെനിസ്വേലയെ പൂർണ്ണമായും ആക്രമിക്കുക എന്നൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും അത് നടപ്പാകുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്.